മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരായ പുനർജനി പദ്ധതി കേസിൽ അട്ടിമറി. സതീശന്റെ പങ്കാളിത്തത്തിന് തെളിവില്ല എന്ന് കാണിച്ച് അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. ഭരണത്തിലേറി 2 മാസം പിന്നിടുന്ന ഘട്ടത്തിലാണ് വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയുള്ള നടപടി. ഇടത് സർക്കാർ CBI അന്വേഷണത്തിന് വിടാനിരുന്ന പുനർജനി പദ്ധതി കേസിന്റെ ഫയലിലാണ് വൺ ട്വിസ്റ്റ്. UDF സർക്കാർ അധികാരത്തിലേറിയ ഉടൻ തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവും നിലവിൽ മുഖ്യമന്ത്രിയുമായ വി.ഡി. സതീശനെതിരായ കേസിലെ റിപ്പോർട്ടുകൾ വിജിലൻസ് പരിശോധന ആരംഭിച്ചു. പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ പുതിയ നീക്കം. പുനർജനി പദ്ധതിയുടെ പണം വി.ഡി. സതീശന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ലെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിലെ ഉള്ളടക്കം. UK ആസ്ഥാനമായ മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എഡ് ട്രസ്റ്റ് എന്ന സംഘടനയാണ് വിവിധ വ്യക്തികളിൽ നിന്ന് വിദേശത്തു നിന്നുമായി പണം സമാഹരിച്ചത്. മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ അക്കൗണ്ടിലേക്കാണ് ഈ പണം വന്നിരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടിയാണ് നിലവിലെ വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട്. ഇക്കാര്യങ്ങൾ ഉയർത്തിയാണ് കേസ് അവസാനിപ്പിക്കാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ നീക്കം. രാഷ്ട്രീയപരമായ നീക്കമാണോ ഇതിന്റെ പിന്നിലെന്ന ചോദ്യത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തള്ളിക്കളഞ്ഞു. കേസിൽ നിന്ന് ശ്രീ വി.ഡി. സതീശനെ ഒഴിവാക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ പുനർജനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ എടുത്ത കേസ് അവസാനിപ്പിക്കാൻ ആഭ്യന്തര വിജിലൻസ് വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. ഭരണം മാറിയതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയല്ല, അടിസ്ഥാനരഹിതമായ കാര്യമാണ് അന്ന് അതിൽ ഉന്നയിച്ചത്. 2018 പ്രളയത്തിന് ശേഷം പറവൂർ മണ്ഡലത്തിലെ പ്രളയബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനായി നടപ്പിലാക്കിയ സന്നദ്ധ പദ്ധതിയാണ് പുനർജനി. പദ്ധതിക്കായി കേന്ദ്ര സർക്കാരിന്റെയോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയോ മുൻകൂർ അനുമതിയില്ലാതെ വിദേശ രാജ്യങ്ങളിൽ പോയി സതീശൻ അനധികൃതമായ പണപ്പിരിവ് നടത്തിയെന്നാണ് കേസിനാസ്പദമായ പരാതി. ജനം, തിരുവനന്തപുരം.